ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് ചെടി നടാനും ചെടിയെ പരിപാലിക്കാനൊക്കെ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പൂക്കുന്ന ചെടികൾ നടാനും അല്ലാത്തതായാലും കുറച്ച് ചെടികൾ ഈ കാണാൻ കൊള്ളാവുന്ന പ്ലാന്റ്സുകളുണ്ടല്ലോ, അലങ്കാര ചെടികൾ, അതെല്ലാം വെക്കാനും അതുപോലെ തന്നെ ഇഷ്ടമാണ് വെജിറ്റബിൾ ഗാർഡൻ ചെയ്യാനും. അങ്ങനെ ഇരിക്കെ ഞാൻ 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു, ഈ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കുന്നത് കൊണ്ട് തന്നെ 2-3 ചെടിയൊക്കെ നല്ല ഉണക്ക് സംഭവിക്കുന്നുണ്ട്. അതായത് ഉണങ്ങിപ്പോകുന്നുണ്ട്, വാടിപ്പോവുകയല്ല, ഉണങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്നതിനെയൊക്കെ തണലത്തോട്ട് മാറ്റി വയ്ക്കാമെന്ന്. ഇവിടെ ഗാർഡൻ അടുക്കും ചിട്ടയിലല്ല വെച്ചിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, ഇവിടെ മണ്ണിട്ട് മുറ്റം ലെവൽ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പലയിടത്തായിട്ട് ഈ ചെടികൾ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ചെടികളുടെ പലരുടെയും പേരെനിക്കറിയില്ല. കാര്യം നമ്മളെയൊക്കെ വീട്ടിൽ നിൽക്കുന്ന ചെടികളല്ല ഇവിടെ നിൽക്കുന്നത്. കൂടുതലും വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ടല്ലോ, വിത്തും ഈ തണ്ടൊക്കെ വെച്ച് നടുന്ന സംഭവങ്ങളുണ്ടല്ലോ, കിഴങ്ങൊക്കെ വെച്ച് നടുന്ന ചില ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ പ്ലാന്റുകളാണ് ഇവിടെ നട്ടിട്ടുള്ളത്. ഇപ്പം വലിയ കെയർ കൊടുക്കാത്തതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ചിലതൊക്കെ കുറേയൊക്കെ പ്ലാന്റ്സ് നമ്മൾ നല്ല കെയർ ചെയ്ത് കട്ട് ചെയ്ത് അതിനെ മാറ്റി നടണമല്ലോ. ഇപ്പം എന്തായാലും മുറ്റം ശരിയാക്കിയിട്ട് റെഡിയാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്ലാന്റ്സ് കരിഞ്ഞു പോകുന്നുണ്ടെന്ന്, അതിലൊരു പ്ലാന്റാണ് ഇത്. അപ്പം ഞാനത് മാറ്റി തണലത്തോട്ട് വയ്ക്കാൻ നോക്കിയപ്പോഴത്തേക്കും അത് ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത്. ഗ്രോ ബാഗ് കീറിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു തൊട്ടടുത്തൊരു പോട്ടിരിപ്പുണ്ട്, ചട്ടി, അതിൽ പ്രത്യേകിച്ച് പ്ലാന്റ്സ് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഞാനതിൽ മുമ്പിരുന്ന മണ്ണെല്ലാം മാറ്റി വൃത്തിയാക്കിയിട്ട് കുറച്ച് മണ്ണുമിട്ട് ഇതിനെ അവിടെ സ്ഥാപിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും കുറച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കാര്യം അതിന് ചുറ്റും കളകളൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ആ ഇല കണ്ടോ നിങ്ങൾ? അതിന് തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന അതിൻ്റെ ആ കൂടെ വളരുന്ന കളയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് പുളിയാറിലയാണ്. നമുക്ക് ചമ്മന്തിക്കൊക്കെ പുളിക്ക് പകരം ഇട്ട് അരയ്ക്കാവുന്ന പുളിയാറില. ഞാൻ ഈയിടയ്ക്കാണ് അതിനെ പരിചയപ്പെടുന്നത്. പിന്നെ കുറച്ച് സൈഡിലൊക്കെ വൃത്തികേടായിട്ട് കിടന്ന് തൂക്കാനായിട്ടുണ്ടായിരുന്നു. മുമ്പ് ഇടയ്ക്ക് വെച്ച് സ്ഥിരം ഞാനായിരുന്നു തൂക്കുന്നത്. പക്ഷേ ഇപ്പം ഓപ്പറേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്, പൊടി ഒട്ടും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ തൂക്കാറ്.